ഐഡിയസ് ഈ രണ്ട് ആൻസർ ഷീറ്റിൽ പൊന്നുമക്കളെ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ A+ ഉറപ്പിക്കാം. ഐഡിയസ് ഇസ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ ശ്രദ്ധിച്ചോളി. ഞാൻ നിങ്ങൾക്ക് രണ്ട് വിഷയങ്ങൾ പറഞ്ഞു തരാം. ഒന്ന് നമ്മുടെ മാത്സ് ആണ്, രണ്ട് നമ്മുടെ കെമിസ്ട്രിയാണ്. ഈ രണ്ട് സബ്ജക്റ്റിൽ ഞാനൊരു മാർക്ക് ഇവിടെ പറയും. ആ മാർക്കാണോ നിനക്ക് ഓണപ്പരീക്ഷയ്ക്ക് കിട്ടിയത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണോ എങ്കിൽ യു ആർ ഇൻ സേഫ് സോൺ. നീ സേഫാണ്. നിനക്ക് 9ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാം എഴുതി കഴിയുമ്പോൾ ആ വിഷയങ്ങളിൽ A+ ഉറപ്പായിരിക്കും. സോ മാത്സിലും കെമിസ്ട്രിയിലും എത്ര മാർക്കാണ് സാറേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എടാ മാത്സിൽ നിനക്ക് 50 മാർക്കിന് മുകളിലുണ്ടോ? 50 ഓർ 50 50 ഓർ 50 മുകളിൽ 50 50 മുകളിലോ മാർക്ക് നിനക്ക് മാത്സിൽ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, മാർക്ക് ചെയ്തു വെച്ചോ. നിനക്ക് നിന്റെ 9ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാമിന് എന്ത് കിട്ടും? A+ മാർക്ക് കിട്ടിയിരിക്കും. അതായത് നീ പഠിപ്പിയാടോ, പഠിപ്പിയാണ്. ഓക്കെ. ഇനി കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സിമ്പിൾ ആയിട്ട് പറയാ, നിനക്ക് 27 മാർക്കിന് മുകളിലുണ്ടോ? 27 അല്ലെങ്കിൽ 27 മുകളിൽ 27 ഓർ 27+ മാർക്ക് നിനക്കുണ്ടെങ്കിൽ കെമിസ്ട്രിയിലും നിനക്ക് ബോർഡ് എക്സാമിൽ A+ മാർക്ക് ലഭിച്ചിരിക്കും. സാറേ മാത്സിൽ 72 മാർക്കല്ലേ A+? അത് ആൻസർ ഷീറ്റിൽ കിട്ടേണ്ട മാർക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ ലെവലാണ്. നീ ഇപ്പൊ ഈ ലെവലിലുള്ളത്. അതായത് നിനക്ക് മാത്സിൽ 50 മാർക്കും കെമിസ്ട്രിയിൽ 27 മാർക്കും ഉണ്ടെങ്കിൽ നീ ബോർഡ് എക്സാമിൽ ഇതേ ലെവലിൽ ഓർ ഇതിനേക്കാൾ ഒരു അല്പം ചെറിയൊരു പൊടിക്കൈ കൂടി നീ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് A+ സെക്യൂർഡ് ആണ്. ഉറപ്പിച്ചു വെക്കാം. സാറേ മാർക്ക് കുറവാ. എത്ര കുറഞ്ഞത്? സാർ എനിക്ക് മാത്സ് 40ൻ്റെയും 49ൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ 40ൻ്റെ 50ൻ്റെ ഇടയിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊന്നു മോനെ നീ എന്ത് ചെയ്യണം എന്നറിയോ? നീ കുറച്ച് ഹാർഡ് ലെവൽ ചോദ്യങ്ങൾ ചെയ്യണം. നീ സിമ്പിൾ ലെവലൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ലെവലിലുള്ള ചോദ്യങ്ങൾ, അതായത് 20 മാർക്കിന്റെ ഹാർഡ് ലെവലുള്ള ചോദ്യങ്ങൾ നീ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഹാർഡ് ലെവൽ ചോദ്യങ്ങൾ നീ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു സ്മാർട്ട് വർക്കിലൂടെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്മാർട്ട് MS ഉണ്ട് കേട്ടോ. ഓക്കെ, ഹാർഡ് ലെവലിൽ നീ ചെയ്യണമെങ്കിലും ഹാർഡ് ലെവലുള്ള ചോദ്യങ്ങൾ ചെയ്യണം, പക്ഷെ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? A+ കിട്ടിയിരിക്കും. 40ൻ്റെയും 50ൻ്റെയും ഇടയിലാണ് മാത്സ് എങ്കിൽ. ഓക്കെ, കെമിസ്ട്രി 23ൻ്റെയും 27ൻ്റെയും ഇടയിലാണെങ്കിൽ ഇതേ കാര്യം തന്നെ, ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് A+ കിട്ടും. ഇനി അതല്ല, ബാക്കിയുള്ള കുട്ടികൾ, അതായത് മാത്സ് 40ൻ്റെ താഴെയുള്ള കുട്ടികൾ, കെമിസ്ട്രി അതുപോലെ 23 മാർക്കിൽ കുറവുള്ള കുട്ടികൾ, ഈ കുട്ടികൾ നന്നായിട്ട് ശ്രമിച്ചോ. അതായത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹാർഡ് വർക്കിൻ്റെ സ്ക്വയർ വർക്ക് എടുക്കണം. ഹാർഡ് വർക്കിൻ്റെ സ്ക്വയർ എടുക്കണം. അതായത് X², 2 ഇരട്ടി പണിയെടുക്കേണ്ടി വരും, 4 ഇരട്ടി പണിയെടുക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയൂ. ഇത് വെറുതെ എനിക്ക് നിങ്ങളെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുകയല്ല. ഉള്ള യാഥാർത്ഥ്യം പറയാൻ ഒരുത്തനും തൻ്റെ ഇടല്ല. ഉള്ള യാഥാർത്ഥ്യം പറയാൻ ഒരുത്തനും തൻ്റെ ഇടല്ല. അത് പറഞ്ഞേ പറ്റുള്ളൂ. എടാ ഈ 9ലാണോ? അനക്ക് മാർക്ക് ഇതാ മാത്സിൽ 40 കുറവാണോ? നിനക്ക് കെമിസ്ട്രി 23 കുറവാണോ? ഇങ്ങനെ പോയാൽ പണി കിട്ടും. ഈ 10ലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ഒരാൾ നിന്നെ സഹായിക്കാണ്ടാവില്ല. അതുകൊണ്ട് 9ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാമിൽ A+ ആണ് ഈ രണ്ട് വിഷയങ്ങളിലും നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഡെയിലി 4 മണിക്കൂർ പഠിക്കണം. രാവിലെ എണീച്ചിട്ട് നേരത്തെ എണീറ്റിട്ട് 2 മണിക്കൂറും രാത്രി 2 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. പഠിച്ചെടുത്തേ പറ്റുള്ളൂ. സർ മദ്രസ ഉണ്ട്, അതിനെന്താ? മദ്രസ ഉണ്ടെങ്കിൽ എന്താ? 24 മണിക്കൂർ പഠിച്ചോ. എനിക്ക് ഒരു ടൈം തന്നിട്ടില്ലേ? ഇല്ലേ? ആ ടൈമിനെ ഒന്ന് വിഭജിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് സമയം എന്ത് ചെയ്യുക? പഠിക്കാൻ മാറ്റി വെക്കാൻ. എന്തെങ്കിലും പ്രയാസമുണ്ടോ ചെറുപ്പക്കാരാ? പ്രയാസമുണ്ടോ 9ാം ക്ലാസ്സിലെ ചെറുപ്പക്കാരി? ഇല്ല. നിന്റെ മുമ്പിൽ ബിഗ് ബോസിന്റെ സീസണിൽ നടക്കുന്ന കാര്യങ്ങൾ നീ ചർച്ച ചെയ്യാൻ നിൽക്കണ്ട. സിനിമകളെ കുറിച്ച് ഫീഡ്ബാക്ക് നോക്കണ്ട. ഓണപരിപാടികളിൽ ഇപ്പോഴും മുഴുകിയിരിക്കുകയാണോ നീ ചെയ്യുന്നത്? വരാൻ പോകുന്ന സബ് ജില്ലക്ക് പ്രാക്ടീസ് ചെയ്യാണോ? പൊന്നു മോനെ ചെറുപ്പക്കാരാ, ചെയ്തതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ സേഫ് സോണിലാണോ കളിക്കുന്നത് എന്നൊരു പോയിന്റ് നിനക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഒരു മറവി ഉണ്ടാവരുത്. ഓർമ്മയുണ്ടാവണം. എപ്പോഴും നിന്റെ മെമ്മറിയെ റിമെമ്പർ ചെയ്യണം, റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, MS പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാർഡ് വർക്ക് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്സും കെമിസ്ട്രിയിലും മാർക്ക് വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പഠിച്ചെടുത്തേ പറ്റുള്ളൂ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒരു വഴിയും ഇല്ല.
സർ ബാക്കി വിഷയങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ബാക്കി സബ്ജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തു പോകും. അതുകൊണ്ട് തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്നും ഏതാണ് നിങ്ങൾക്ക് സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ കിട്ടിയെന്നും എത്ര മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ MS ഉണ്ടാകും. എടാ ഞാൻ ചൂടാകുന്നത് നിങ്ങൾ നോക്കണ്ട, കാരണം എനിക്ക് ആ വികാരം ഉണ്ടാകും. കാരണം നിന്നെ മാർക്ക് കുറയാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ ചുറ്റുപാടിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിന്റെ ചുറ്റുപാടുള്ളവർ നിന്നെ തിരിഞ്ഞു നോക്കാതെ നീ സ്വയം എഴുതിയാണ് ഈ മാർക്ക് ഉണ്ടാക്കിയത്, അറിയാം. നിനക്ക് നന്നായി പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, സമ്മതിച്ചു. നിന്നെ ട്യൂഷൻ സെന്ററിന് പോകുന്നവനല്ല, ഇനി പോകുന്നവനാണെങ്കിൽ തന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടാണ് അവിടെ യാഥാർത്ഥ്യത്തെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ അതും നിനക്കറിയില്ല. നിനക്ക് ആരോടും പരിഭവങ്ങളോ പരാതികളോ ഇല്ല, അല്ലെങ്കിൽ നിന്റെ പരാതികൾ കേൾക്കാൻ ആരും തയ്യാറല്ല. നീ 9-ലല്ലേ, പോയിരുന്ന് പഠിക്കട. ഉമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഒന്നും പറയണ്ട, പോയി നന്നായിട്ട് പഠിക്ക്. ചിലപ്പോൾ ടീച്ചർ പറയും ഇവൻ പഠിക്കുന്നില്ല, അവന് മാർക്ക് കുറവാ. ചിലപ്പോൾ ആ മോന് പറയാനുണ്ടാകും, ഉമ്മ ഞാൻ എന്ത് ചെയ്യാനാ, സ്കൂളിൽ പോയാൽ ഇതാ അവസ്ഥ, ട്യൂഷനിൽ പോയാൽ ഇതാ അവസ്ഥ എന്നൊക്കെ മോന് പറയാനുണ്ടാവും. നിങ്ങൾ കേൾക്കണം. 9ാം ക്ലാസ്സിലെ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും നിങ്ങൾ ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. അവർക്കും പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പേടിയായിട്ടാ നിങ്ങളോട്, പാരൻസിനോട് പേടിയായിട്ടാ. പാരൻസിന്റെ സ്നേഹത്തിന് മുമ്പിൽ, പേടിപ്പിക്കുന്ന മുഖത്തിന് മുമ്പിൽ അവർക്ക് പറയാൻ മടിയാണ്, പേടിയാണ്. നിങ്ങൾ മാറ്റിയെടുക്കണം നിങ്ങളുടെ കുട്ടികളെ. അവരെ കൊണ്ട് മനസ്സിന്റെ തുറന്ന് പറയിപ്പിക്കണം. അവരുടെ മനസ്സിൽ എപ്പോഴും തുറന്നു പറയുന്ന ഒരു മുഖം ഉമ്മയോ ഉപ്പയോ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായി പറയുന്നു, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പാരൻസ്, രക്ഷിതാക്കൾ ഒരിക്കലും മക്കളോട് ചീത്ത പറയരുത്, ശകാരിക്കരുത്. നിങ്ങൾ മക്കളെ മുമ്പിൽ വെച്ച് സ്കൂളിനെ കുറ്റം പറയുക, നിങ്ങൾ മക്കളെ മുന്നിൽ വെച്ച് ഓൺലൈൻ ക്ലാസ്സിനെ കുറ്റം പറയുക. മക്കളെ നിങ്ങൾ കുറ്റം പറയണ്ട. എൻ്റെ മോന് മാർക്ക് കിട്ടാത്തത് അവര് മോശാക്കിയത് കൊണ്ടാ, അവരെ ഫോളോ ചെയ്തതുകൊണ്ട്, അവൻ MS സൊല്യൂഷൻ കണ്ടുകൊണ്ട് അവന് മാർക്ക് കിട്ടാത്തത് എന്ന് നിങ്ങൾ അങ്ങോട്ട് പറ. അപ്പൊ അവന് മനസ്സിലാവും, ഇത്രയൊക്കെ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടും എൻ്റെ പാരൻസ് എൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ അവൻ പഠിക്കണം. എൻ്റെ കൂടെ തോൽവിയുടെ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഇനിയൊരു തോൽവിക്ക് ഞാൻ കാത്തു നിൽക്കില്ല. ഇനി അവരെ തോൽവികളുടെ കൂട്ടത്തിലേക്ക് എന്നെ വലിച്ചിഴക്കാൻ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ഞാൻ ചെയ്യില്ല. പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മുമ്പിൽ വിജയത്തിൻ്റെ വഴികൾ എന്നിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ മാതാപിതാക്കൾ ആനന്ദ കണ്ണീര് കരയുന്നത് ഞാൻ നോക്കി നിൽക്കും എൻ്റെ വിജയം കണ്ടിട്ട്. എടാ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, വേദന ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതേ കൊടുക്കുള്ളൂ. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന വേദനയെ പഠിച്ചോൻ കൊടുക്കുള്ളൂ. നിനക്ക് മാർക്ക് കുറഞ്ഞു, നിനക്ക് വേദന ഉണ്ട്, നിനക്ക് സങ്കടമുണ്ട്, കണ്ണീരുണ്ട്, നിനക്ക് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചോ നിനക്ക് തന്നത് അത് സഹിക്കാൻ കെൽപ്പുള്ളത് കൊണ്ടാടാ. നിനക്കതിനുണ്ട്. പെൺകുട്ടി, നിനക്കതിനുള്ള കഴിവ് പഠിച്ചോ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ എപ്പോഴും മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഒരു നിമിഷത്തിൽ തോറ്റുപോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കുട്ടി തൂങ്ങിച്ചാകും, അല്ലെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പ്രവണതയിലേക്ക് പോയേക്കാം. നിനക്കിപ്പോഴേ പരാജയം കാണിച്ചു തന്നു. ഇന്ന് പരാജയം കണ്ടവന് നാളെ തോൽവി ഒരു പ്രശ്നമാവില്ല. പക്ഷേ പരാജയം കണ്ടവന് വിജയത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. നോട്ട് ദ പോയിന്റ്. അവന്റെ കോൺഫിഡൻസ് കൂടെ കൂടൂലേ. ഇവിടെ വണ്ടിമേൽ വണ്ടി പഠിക്കുന്ന ഒരാൾ ഒരു വട്ടം വണ്ടിമെന്ന് വീണാൽ പിന്നെ വീഴാൻ പ്രയാസം ഉണ്ടാവില്ല. കാര്യം ഒരു കോൺഫിഡൻസ് കൂടെ കയറും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനും വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ല വേണ്ട, ഇതന്നെ ഉള്ളൂ, വണ്ടി തന്നെ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഓക്കെ, ഒരു തവണ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്രയാസമില്ല. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവനാണ് MS. നിങ്ങൾക്കറിയാലോ, പത്രങ്ങളിലും ന്യൂസുകളിലും 24 മണിക്കൂറും എൻ്റെ ഫേസ് കേരളം കാണുമ്പോൾ പ്രയാസം ഉണ്ടാകും, വേദന ഉണ്ടാകും. പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ അതേ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ്. ആ കൊട്ടാരത്തിലെ രാജാവ് MS തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരാജയം കാണുമ്പോൾ ഒരിക്കലും പിന്മാറരുത്. പരാജയം നിന്റെ മുമ്പിലുള്ള ഒരു ചവിട്ടുപടിയാണ്. എന്തിലേക്കുള്ള? വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പരാജയം. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞത് കൊണ്ട് സങ്കടപ്പെടേണ്ട, സന്തോഷിക്കുകയും വേണ്ട. നോട്ട് ദ പോയിന്റ്. ഓക്കെ, എന്തിനും കൂടെ MS ഉണ്ട്. അടിച്ച് പൊളിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കടാ. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തരുടെ പിന്നെ പരസ്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ഒരു നമ്പർ മാത്രമേ എഴുതുന്നുള്ളൂ.
8075125031. നിങ്ങൾക്ക് MS-ൻ്റെ കൂടെ 9ാം ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഹാർഡ് വർക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ? ഹാർഡ് വർക്ക് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഹാർഡ് വർക്കിൻ്റെ സ്ക്വയർ എടുക്കാൻ താല്പര്യമുണ്ടോ? നേരെ പോന്നോളി MS സൊല്യൂഷൻസിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക്. 1,999 ആകെ 1999 റുപ്യ. എടാ എൻ്റെ ജനിച്ച വർഷമാണ്. 1999 റുപ്യ ഒരു വർഷത്തെ ബാച്ചിൻ്റെ ഫീ ഉള്ളൂ. ഇപ്പം ജോയിൻ ചെയ്യുക. 10 സബ്ജക്റ്റ് IT അടക്കം കിട്ടും. മലയാളം ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷ്, അറബി എല്ലാം ഉണ്ട്. അടിച്ച് പൊളിച്ച് പഠിക്കാൻ കൂടെ വന്നോളി കേട്ടോ. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.